മലയാള സാഹിത്യത്തിലെ സമകാലിക എഴുത്തുകാരിൽ പ്രമുഖയും പ്രശസ്ത പത്രപ്രവർത്തകയുമാണ് കെ.ആർ. മീര. സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകളും തീക്ഷ്ണമായ ഭാഷാപ്രയോഗങ്ങളും മീരയുടെ കൃതികളുടെ പ്രത്യേകതയാണ്. 1970 ഫെബ്രുവരി 19 കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ജനനം. ശാസ്താംകോട്ട ഡി.ബി. കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും തമിഴ്നാട്ടിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1993 മലയാള മനോരമയിൽ പത്രപ്രവർത്തകയായി ചേർന്നു. ആ സ്ഥാപനത്തിലെ ആദ്യത്തെ വനിതാ പത്രപ്രവർത്തകയായിരുന്നു അവർ. പിന്നീട് 2006 എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായി ജോലി രാജിവെച്ചു. മീരയുടെ ആരാച്ചാർ എന്ന നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലായി കരുതപ്പെടുന്നു. മറ്റു നോവലുകൾ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ഘാതകൻ, നേത്രോന്മീലനം. നോവല്ലകൾ മീര സാധു, യൂദാസിന്റെ സുവിശേഷം, മാലാഖയുടെ മറുകുകൾ, കരിനീല, ആവേ മരിയ. ചെറുകഥാ സമാഹാരങ്ങൾ ഓർമ്മയുടെ ഞരമ്പ്, മോഹമഞ്ഞ, സർപ്പയജ്ഞം, ഗില്ലറ്റിൻ, പെൺ പഞ്ചതന്ത്രം. സാഹിത്യത്തിനും പത്രപ്രവർത്തനത്തിനുമായി നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ മീരയെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2015 ആരാച്ചാർ എന്ന നോവലിന്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആരാച്ചാർ, ആവേ മരിയ എന്നിവയ്ക്ക്, വയലാർ അവാർഡ് 2014 ആരാച്ചാർ എന്ന കൃതിക്ക്, ഓടക്കുഴൽ അവാർഡ് 2013 ആരാച്ചാർ എന്ന കൃതിക്ക്. മറ്റു പുരസ്കാരങ്ങൾ പി. പത്മരാജൻ സ്മാരക പുരസ്കാരം, ഗീതാ ഹിരണ്യൻ എൻഡോമെന്റ് അവാർഡ്, പത്രപ്രവർത്തനത്തിന് PUCL മനുഷ്യാവകാശ അവാർഡ്. കെ.ആർ. മീരയുടെ ശ്രദ്ധേയമായ നോവലുകളിൽ ഒന്നാണ് ഖബർ. ബാബറി മസ്ജിദ് വിധി എന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ പ്രമേയമാക്കിയാണ് ഈ കൃതി രചിക്കപ്പെട്ടിരിക്കുന്നത്. മാജിക്കൽ റിയലിസവും യാഥാർത്ഥ്യവും ഇഴചേരുന്ന ഒരു ശൈലിയാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. സമകാലിക ഇന്ത്യയിൽ മതപരമായ വേർതിരിവുകളെയും സങ്കുചിത ചിന്താഗതികളെയും നോവൽ ശക്തമായി വിമർശിക്കുന്നുണ്ട്. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ നേരിടുന്ന സംഘർഷങ്ങളും അവളുടെ സ്വത്വവും നോവലിലൂടെ ഭാവന എന്ന കഥാപാത്രത്തിൽ ആവിഷ്കരിക്കുന്നു. കോടതിയും നിയമവ്യവസ്ഥയും എങ്ങനെയാണ് സാധാരണക്കാരോടും അടിച്ചമർത്തപ്പെട്ടവരോടും പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച് കൃതി ഗൗരവകരമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളെ നോക്കിയാൽ ഭാവന സച്ചിദാനന്ദൻ. നോവലിലെ പ്രധാന കഥാപാത്രം ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിയും ഒറ്റയ്ക്ക് മകനെ വളർത്തുന്ന അമ്മയുമാണവർ. തൻ്റെ വ്യക്തിജീവിതത്തിലെയും ഔദ്യോഗിക ജീവിതത്തിലെയും വെല്ലുവിളികളെ ഭാവന നേരിടുന്നു. കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ. ഭാവനയുടെ കോടതിയിൽ ഒരു കേസിനായി എത്തുന്ന ഹർജിക്കാരൻ. മാന്ത്രികനും മനസ്സ് മായ്ക്കാൻ കഴിവുള്ളവനുമായി ഇദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നു. ഭാവനയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന കഥാപാത്രമാണിത്. അതിഭാവുകത്വവും മിത്തുകളും യാഥാർത്ഥ്യവുമായി കലർത്തി അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ് ഈ നോവലിൽ. ഇന്ദ്രജാലം, ഭാവനയുടെ പൂർവികനായ യോഗീശ്വരൻ അമ്മാവൻ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സ്നേഹവും പ്രണയവും ചർച്ച ചെയ്യുമ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ നിലപാടുകൾ നോവൽ പങ്കുവയ്ക്കുന്നു. കെ.ആർ. മീരയുടെ തനതായ തീക്ഷ്ണമായ ഭാഷാപ്രയോഗങ്ങൾ ഈ നോവലിൽ ഉടനീളം കാണാം. വ്യക്തിഗതമായ പ്രണയത്തിനപ്പുറം ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും നീതിയെയും കുറിച്ചുള്ള ഗൗരവകരമായ സംവാദമാണ് ഖബർ എന്ന നോവൽ. ഭാവനയും കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങളും തമ്മിലുള്ള ബന്ധം കേവലമായൊരു പ്രണയത്തിനപ്പുറം നീതിയും ചരിത്രവും സ്മരണകളും തമ്മിലുള്ള സങ്കീർണമായ ഒരു വിനിമയമാണ്. ഭാവന ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജിയാണ്. ഖയാലുദ്ദീൻ തങ്ങൾ അവളുടെ മുന്നിലെത്തുന്ന ഒരു ഹർജിക്കാരനും. അധികാര ശ്രേണിയിൽ രണ്ടു ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഇവർക്കിടയിൽ ഉടലെടുക്കുന്ന ആത്മബന്ധം വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്കും ചിട്ടകൾക്കും പുറത്താണ്. മനസ്സ് വായിക്കുന്ന മാന്ത്രികനാണ് ഖയാലുദ്ദീൻ തങ്ങൾ. ഭാവനയുടെ ഉള്ളിലെ ഭയങ്ങളെയും അവൾ മറ്റാരോടും പറയാത്ത രഹസ്യങ്ങളെയും അയാൾ അറിയുന്നു. അവളുടെ ഉള്ളിലെ അപരവ്യക്തിത്വത്തെ പുറത്തെടുക്കാൻ അയാൾക്ക് കഴിയുന്നു. ഇത്
ഭാവനയെ അയാളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. ഭാവനയുടെ പൂർവികനായ യോഗീശ്വരൻ അമ്മാവനും തങ്ങളുടെ പൂർവികരും തമ്മിലുള്ള ഒരു പുരാതന ബന്ധത്തിന്റെ തുടർച്ചയായാണ് ഇവരുടെ കണ്ടുമുട്ടൽ ചിത്രീകരിക്കപ്പെടുന്നത്. വ്യക്തികൾക്കിടയിലുള്ള ബന്ധം കാലാതീതമായ ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അമ്മയുടെ സാന്നിധ്യം ഈ നോവലിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. തൻ്റെ അമ്മയുമായി തങ്ങൾക്കുള്ള ആത്മബന്ധം ഭാവനയിൽ ആദ്യം അസൂയയും പിന്നീട് അത്ഭുതവും ഉളവാക്കുന്നു. ഭാവനയുടെ ജീവിതത്തിലെ ഏകാന്തതയ്ക്കും അരക്ഷിതാവസ്ഥയ്ക്കും ഒരു തണലായി തങ്ങൾ മാറുന്നു. ബാബറി മസ്ജിദ് വിധിയിലൂടെ മുറിവേറ്റ ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് തങ്ങൾ. തൻ്റെ കർത്തവ്യവും വികാരങ്ങളും തമ്മിലുള്ള സംഘർഷം ഭാവന അനുഭവിക്കുന്നത് ഈ ബന്ധത്തിലൂടെയാണ്. നീതിയേക്കാൾ വലുതാണ് സ്നേഹം എന്ന ഒരു സന്ദേശം ഇതിലൂടെ വായനക്കാർക്ക് ലഭിക്കുന്നു. ഖയാലുദ്ദീൻ തങ്ങൾ ഭാവനയ്ക്ക് വെറുമൊരു കാമുകനല്ല, മറിച്ച് അവളുടെ സ്വത്വത്തെയും അവൾ ജീവിക്കുന്ന കാലത്തെയും അവൾ നടപ്പാക്കുന്ന നീതിയെയും കുറിച്ച് അവളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കണ്ണാടിയും കൂടിയാണ്.